CA Interlaw പേപ്പറിൻ്റെ January 25 എക്സാമിലേക്കുള്ള RTP ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് തന്നെ മൾട്ടിപ്പിൾ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ABC Limited was incorporated on 1st January 2023. It operates in a manufacturing sector and aims to expand its business model അവിടെ കട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ RTPയിൽ നമ്മൾ കണ്ട ട്രെൻഡ് എന്താ വെച്ചാൽ, ഈവൻ ഇഫ് നമ്മൾ സ്റ്റോറി ഒന്നും വായിച്ചില്ലെങ്കിലും ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെൻഡാണ് നമ്മൾ കണ്ടത്. ലെറ്റ് സി, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഈവൻ ദോ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ്, ഇൻറ്റിഗ്രേറ്റഡ് കേസ് സിനാരിയോ ആണ്, വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. Given that ABC Limited's first financial year ended on 31st March 2024 and it was incorporated on 1st January 2023. 1st January 2023 ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് എൻഡ് ചെയ്യുക? 2 Clause 41 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്, ഓൺ ഓർ ആഫ്റ്റർ 1st Jan സ്റ്റാർട്ട് ചെയ്ത കമ്പനി ആണെങ്കിൽ നിങ്ങളെ ഫിനാൻഷ്യൽ ഇയർ ആ വർഷം 31st March 2023 ക്ലോസ് ചെയ്യണം എന്നുള്ള കമ്പൽസറി അല്ല. അടുത്ത വർഷം ക്ലോസ് ചെയ്താൽ മതി, 31st March 2024 ക്ലോസ് ചെയ്താൽ മതി. ഫോക്കസ് കെയർഫുള്ളി. എന്തായാലും 31st March 2024 ക്ലോസ് ചെയ്യുള്ളൂ എന്നല്ല പറയണത്. വേണമെങ്കിൽ ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് ഈ വർഷം തന്നെ ക്ലോസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ RTPയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കൺസോൾട്ടേഷൻ ഉണ്ടാക്കാണ്ടായിരുന്നു ഒരുപാട് ഗ്രൂപ്പ് കമ്പനി. അപ്പോൾ അതിൽ ഒരാൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അവർ അടുത്ത വർഷമേ ക്ലോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വർഷം നമ്മൾ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുമ്പോൾ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റെഡി അല്ലല്ലോ, അവരെ കൂട്ടാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വർഷം ക്ലോസ് ചെയ്യാം, കമ്പൽസറി അല്ല, അടുത്ത വർഷം ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഇവരുടെ കേസിൽ അപ്പോൾ ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ പറയണില്ല കേട്ടോ. നമ്മൾ RTP എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റിവിഷൻ എന്നുള്ള രീതിയിലൂടെ പ്ലാൻ ചെയ്യുന്നത്. സോ ഇവർ 31st March 2024 ക്ലോസ് ചെയ്തത്. ഓക്കെ, 1st Jan 2023 ഇൻകോർപ്പറേറ്റ് ചെയ്ത് 2 Clause 41 ആണ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഡെഫിനേഷൻ പറയുന്നത്. വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ഡേറ്റ് ബൈ വിച്ച് ABC ലിമിറ്റഡ് അവരെ ഫസ്റ്റ് AGM ഹോൾഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് AGM സെക്ഷൻ 96 പ്രൊവിഷൻസ് പറയുന്നത്. സെക്ഷൻ 96 AGM എവറി കമ്പനി എക്സെപ്റ്റ് OPCക്ക് AGM കമ്പൽസറി അല്ല. അവരുടെ ഡ്യൂ ഡേറ്റ് പറയുന്നുണ്ട് ഇതിൻ്റെ AGMൻ്റെ. ഫസ്റ്റ് AGMൻ്റെ ഡ്യൂ ഡേറ്റ്, സബ്സിക്വൻറ്റ് AGMൻ്റെ ഡ്യൂ ഡേറ്റ്. ഫസ്റ്റ് AGMൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞത് 9 months ഫ്രം ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് 9 months. ഫിനാൻഷ്യൽ ഇയർ 2 Clause 41 ഡിസ്കസ് ചെയ്യുന്നത്. സബ്സിക്വൻറ്റ് AGMൻ്റെ ഡ്യൂ ഡേറ്റ് പറയുന്നത് 6 months ഫ്രം ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ, 15 months ഫ്രം ലാസ്റ്റ് AGM, വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല, നമ്മളിപ്പോൾ ഫസ്റ്റ് AGM ആണ്. 9 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഇവരുടെ കേസിൽ 31st March 2024 ക്ലോസ് ആയാൽ അവിടുന്ന് 9 months പറഞ്ഞാൽ 31st December 2024. ഓപ്ഷൻ ബി. ഓക്കെ, പെനാൽറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൻ 99 AGM ഡ്യൂ ഡേറ്റിനുള്ളിൽ നടന്നില്ലെങ്കിൽ 1 lakh + 5,000 പെർ ഡേ. പ്ലസ് നമ്മൾ പറഞ്ഞ് ഫസ്റ്റ് AGM എക്സ്റ്റൻഷൻ പോസിബിൾ അല്ല. സബ്സിക്വൻറ്റ് AGM ആണെങ്കിൽ നമുക്ക് ROCൻ്റെ അടുത്ത് ഡ്യൂ ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ഗ്രൗണ്ട്സിൻ്റെ ബേസിസിൽ എക്സ്റ്റൻഷൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് AGM നോ എക്സ്റ്റൻഷൻ പോസിബിൾ. Suppose ABC Limited holds its first AGM on 15th December 2024. By when must it hold the subsequent AGM to remain compliant? Subsequent AGM ആകുമ്പോൾ നമ്മൾ 15 months ഫ്രം ലാസ്റ്റ് AGM എന്നുള്ള റൂൾ നോക്കണം, 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നോക്കണം. 15 months എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി 12 months എന്ന് പറയുമ്പോൾ തന്നെ 15th December 2025 എത്തിയടാ. പിന്നെ അവിടുന്ന് വീണ്ടും 3 months ആഡ് ചെയ്യുമ്പോൾ January, February, March 26 എത്തി. അവിടെ കേട്ടെ. 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുക 31st March 2025. അവിടുന്ന് 6 months പറയുമ്പോൾ 30th September. ഇതാണ് ഏർലിയർ വരിക. അപ്പോൾ അതും നമ്മൾ ഈ പ്രൊവിഷൻ ബേസ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. അവിടെ ഈ ഏരിയ എന്നാണ് അവർ ചോദിച്ചത്. ഓക്കെ, അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ഡസ് ABC Limited നീഡ് ടു പ്രിപ്പയർ CFS ടു പ്രസന്റ് ഇറ്റ്സ് AGM? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കേണ്ട സിറ്റുവേഷനായി CFS ഉണ്ടാക്കണമെന്നുള്ളത്. ABC എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇ-കൊമേഴ്സ്. ABC's ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ended 31st March 2024. Board is preparing its first AGM. Discuss new business. ABC current board comprises of 5 directors, 2 independent directors, in line with the best corporate. Okay. Company has wholly owned subsidiary XYZ, which is primarily involved in research. XYZ financial year 31st March 2024. Additionally, ABC has 30% stake associate company. ഉണ്ടടാ, MNO കാരാ. അപ്പോൾ ഒരു ഗ്രൂപ്പ് കമ്പനിയാണ് MNO, വിച്ച് പ്രൊവൈഡ്സ് ലോജിസ്റ്റിക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സർവീസസ്. MNO. അപ്പോൾ അത് MNO അവർ അസോസിയേറ്റ് ആണ്, ഇവർക്ക് ഹോളി ഓൺ സബ്സിഡറി ഉണ്ട്. അപ്പോൾ അണ്ടർ കമ്പനീസ് ആക്ട് ഡസ് ABC നീഡ് ടു പ്രിപ്പയർ CFS
to present in the AGM? Yes, because it has one wholly owned subsidiary and an associate company. Yes. എല്ലാ ഓപ്ഷൻസും MCQ whenever you attend എല്ലാം വായിച്ചു നോക്കട്ടെ. ഈവൻ if നമുക്ക് ഫസ്റ്റ് കറക്റ്റ് ആണ് തോന്നിയാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വായിച്ചു നോക്കണം. നോ ബിക്കോസ് ഇറ്റ് ക്വാളിഫൈസ് ഫോർ എക്സംഷൻ ഹോളി ഓൺ സബ്സിഡറി. CFS സെക്ഷൻ 129 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അവിടെ CFSൻ്റെ എക്സെപ്ഷൻ പറയണത് നിങ്ങളൊരു സബ്സിഡറി ആവണം, നിങ്ങൾ ആ കമ്പനിയിലെ 100% മെമ്പേഴ്സും നിങ്ങൾക്ക് CFS പ്രിപ്പറേഷനിൽ നിന്ന് എക്സെപ്ഷൻ തന്നു, റിട്ടേൺ കൺസെൻറ്റ് തന്നു. പിന്നെ ഫസ്റ്റ് എക്സെപ്ഷൻ. പിന്നെ നിങ്ങൾ ലിസ്റ്റഡും അല്ല, ലിസ്റ്റിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുമില്ല. തേർഡ്, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനി കൺസോൾട്ടേഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ആസ് സച്ച് അവർക്ക് അങ്ങനെ എക്സെപ്ഷൻ കിട്ടാനുള്ള വകുപ്പോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എല്ലാ പോയിന്റ്സും ഒന്ന് വായിച്ചു നോക്കാം. നോ ബിക്കോസ് ഇറ്റ് ക്വാളിഫൈസ് ഫോർ ദി എക്സെപ്ഷൻ ഓഫ് ഹോളി. ഇവർ ഹോളി ഓൺ സബ്സിഡറി എന്നല്ല, അവർക്ക് ഹോളി ഓൺ സബ്സിഡറി ഉണ്ട് എന്നാണ് പറഞ്ഞത്. യെസ്, ഒൺലി ഇഫ് XYZ ആൻഡ് MNO ആർ ലിസ്റ്റഡ്. അങ്ങനെ ഒരു സാധനമേ ഇല്ല. നോ ഇഫ് ഷെയർ ഹോൾഡേഴ്സ് പ്രൊവൈഡ് റിട്ടേൺ കൺസെന്റ് എക്സെപ്റ്റിംഗ് ഇൻ ഫ്രം പ്രിപ്പറേഷൻ. ഇത് കിട്ടുമായിരുന്നു. ദിസ് ഇസ് വൺ ഓഫ് ദി കണ്ടീഷൻ. പക്ഷേ അത് മാത്രം പോരാ, ഈ 3 കണ്ടീഷൻ ടുഗദർ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ കമ്പനിയുടെ സബ്സിഡറി ആവണം, നിങ്ങളെ ഹോൾഡിംഗ് CFS ROCക്ക് ഫയൽ ചെയ്യും വേണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ദ ബോർഡ് ഈസ് അസെൻഡിങ് ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ CFS കമ്പൈൻ ABC. ഇല്ലടാ, ഇവർ ഹോൾഡിംഗ് ആണ്, ഇവർക്ക് ഫയൽ ചെയ്യൽ കമ്പൽസറി ആയി. ഇവരെ മേലെ വേറെ ഹോൾഡിംഗ് ഒന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ A. What must ABC Limited ensure to pass special resolution approving adoption of new e-commerce business model at A? What must ABC ensure to pass special resolution on? Resolution must be more than, ശരി, SRന്റെ ഡെഫിനിഷനാണ് ചോദിക്കുന്നത്. മോർ ദാൻ 50% ഓഫ് വോട്ട്സ് ഇൻ ഫേവർ, അങ്ങനെ ഒരു സാധനമേ ഇല്ല. 114 subsection 1 OR, 114 subsection 2 SR. Votes cast in favor shall be more than votes cast against. OR ഉണ്ട്. Votes cast in favor shall be at least 3 times votes cast against. Favor ഉള്ള votes at least 3 times. 3 against at least more than വേണ്ട, at least. അപ്പോൾ resolution must be stated as special in the notice and votes favor must be 3 times votes against. Resolution must be passed, votes in favor exceeds votes against. Resolution must be unanimous. illa. Appo B. Under which conditions would ABC Limited be exempt from preparing CFS? If ABC is wholly owned subsidiary, all the members agree in writing and proof of delivery of intimation is available. Other chance ഉണ്ട്. If XYZ shareholders unanimously agree, XYZ അവരെ wholly owned subsidiary ആണ്, അതിന് ABCക്ക് എക്സംഷൻ കിട്ടൂല. MNO's financials are not significant to അങ്ങനെ സാധനമില്ല. ABC's board decides to skip CFS with simple majority. ഇല്ല, പോസിബിൾ അല്ല. എല്ലാ മെമ്പേഴ്സും സമ്മതിക്കണം എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇവർ ഹോളി ഓൺ സബ്സിഡറി ആവണം എന്നുള്ള കമ്പൽസറി അല്ല. ഈവൻ നോർമൽ സബ്സിഡറി ആണെങ്കിൽ വരെ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. എല്ലാ മെമ്പേഴ്സും സമ്മതിക്കണം. നിങ്ങൾ ലിസ്റ്റഡ് അല്ല, ലിസ്റ്റിംഗിന് അപ്ലൈ ചെയ്തിട്ടുമില്ല. പിന്നെ ലാസ്റ്റ് പോയിന്റ്, നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഓർ അൾട്ടിമേറ്റ് ഹോൾഡിംഗ് കമ്പനി. ഇപ്പം നമ്മൾ പറയുന്നത് ABCൻ്റെ മേലെ ഒരു ഹോൾഡിംഗ് ഉണ്ട്, അവരെ മേലെ ഒരു ഹോൾഡിംഗ് ഉണ്ട്, ഇത് അൾട്ടിമേറ്റ്, ഇത് ഇന്റർമീഡിയറ്റ്. ഇതിൽ ആരെങ്കിലും ROCക്ക് CFS ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ CFS ASM കംപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സെപ്റ്റഡ് ആണ്. ആ 3 കണ്ടീഷൻസ് ടുഗദർ സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഓപ്ഷൻസ് B, B, A, B, A, B, B, A, B, A, BBA, BA. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് ഇൻഡിപെൻഡൻറ്റ് MCQs, കേസ് സിനാരിയോ അല്ല, ഇൻഡിപെൻഡൻറ്റ്. XYZ LLP is a consulting firm. Question क्या है? Contract because B is bound to contract P അല്ല, അറിയില്ല, നോക്കാം. Consulting firm where there are 4 partners, A, B, C and D are responsible for various functions. Partner B, without consulting with the other partners, enters into a contract with a third party P. ഓക്കെ, അപ്പോൾ B എന്ന് പറഞ്ഞ പാർട്ട്ണർ ബാക്കിയുള്ള ആൾക്കാരോടൊന്നും കൺസൾട്ട് ചെയ്യാതെ, ബാക്കിയുള്ള ആൾക്കാരുടെ സമ്മതമൊന്നുമില്ലാതെ PMആയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് ഫോർ എ ഹൈ വാല്യൂ പ്രൊക്യൂർമെന്റ് ഡീൽ ഓൺ ബിഹാഫ് ഓഫ് XYZ. ഇറ്റ് വാസ് ലേറ്റർ ഫൗണ്ട് ദാറ്റ് പാർട്ട്ണർ B ഡിഡ് നോട്ട് ഹാവ് അതോറിറ്റി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇയാൾക്ക് ഇത് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല. XYZ ഹാസ് നോ ഹിസ്റ്ററി ഓഫ് ഇൻവോൾവ് പ്രൊക്യൂർമെന്റ്. ഇങ്ങനത്തെ ഒരു സാധനം അവർ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ചെയ്യാറുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് ഓബിയസ്ലി ഗോയിങ് ടു ബി LLP ലയബിൾ ആവുമോ? സാധാരണ കേസിൽ നിങ്ങൾ അതോറിറ്റി എക്സീഡ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് LLP ലയബിൾ ആവാതെ എന്നില്ല. ഈ ആക്ട് ചെയ്യുന്ന ആൾ ഗുഡ് ഫെയ്ത്തിലാണോ ആക്ട് ചെയ്തത് അതും നമ്മൾ ചെക്ക് ചെയ്യണം. മീനിങ് ഓഫ് ദി വേർഡ് ഗുഡ് ഫെയ്ത്ത്, ഇഫ് ഇയാൾക്ക് അറിയായിരുന്നു ഇയാൾ അതോറിറ്റി എക്സീഡ് ചെയ്തിട്ടാണ് ആക്ട് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ അത് ഗുഡ് ഫെയ്ത്ത് അല്ല, ഫേം ലയബിൾ ആവില്ല. 2 എക്സെപ്ഷൻസാണ് പറഞ്ഞത്. 2 എക്സെപ്ഷൻസ്. ഐ പ്രസ്യൂം ക്വസ്റ്റ്യൻ ഇതാണ്, ഐ പ്രസ്യൂം. അപ്പം അതായത് LLPയുടെ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ, ഒന്ന്
ഇവർ അതോറിറ്റി എക്സീഡ് ചെയ്തു. 2, ഇയാൾക്ക് ഇത് അറിയും ചെയ്യാം, നോളേജ് അതിനെപ്പറ്റി അറിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ LLP ലയബിൾ ആവില്ല. ദിസ് ഇസ് വൺ ഫസ്റ്റ് പോയിന്റ് എക്സെപ്ഷൻ. സെക്കൻഡ് എക്സെപ്ഷൻ, സെക്കൻഡ് എന്താ അയ്യോ ഈ ഡീൽ ചെയ്യുന്ന ആള് പാർട്ട്ണർ പോലും അല്ല. ഐ മീൻ പാർട്ട്ണർ ആണെന്നുള്ള കാര്യം പോലും ഇയാൾക്ക് അറിയില്ലായിരുന്നു, തേർഡ് പാർട്ടിക്ക് അറിയില്ലായിരുന്നു. തേർഡ് പാർട്ടി കുറേ കാലമായിട്ട് ബിയുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി അത്രയും കാലം വിചാരിച്ചത് ഇയാൾ സ്വന്തമായിട്ട് ബിസിനസ് ഡീൽ ചെയ്യണമെന്നാണ്. പിന്നീട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് പ്രശ്നം ആയി കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത്, ഓ ഇയാൾ ഈ ഫേമിലെ പാർട്ട്ണറാണ്, LLPയിലെ പാർട്ട്ണറാണ്. എന്നൊരു കാര്യം ചെയ്യാം, LLPനെ ലാബിലാക്കാൻ പറ്റില്ല, അതും പറ്റില്ല. സോ 2 എക്സെപ്ഷൻസ്. തേർഡ് പാർട്ടിക്ക് നോളേജ് ഉണ്ടായിരുന്നു, അതോട്ട് എക്സിഡ് ചെയ്തു എന്നുള്ളത്. 2, വേർ ഹി ഡസ് നോട്ട് നോ ദാറ്റ് ദ പേഴ്സൺ വാസ് എ പാർട്ട്ണർ. തേർഡ് പാർട്ടിക്ക് ആൾ പാർട്ട്ണർ ആണെന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് കൺസൾട്ടിങ് ഫേം. പിന്നെ അവർ എന്ത് ചെയ്യുന്നു, അതോറിറ്റി ഇല്ല, പണ്ട് ഇങ്ങനത്തെ ബിസിനസ് ഒന്നും അവർ ചെയ്യാറുമില്ല LLP. P ഹൂ ഈസ് ആൻ എക്സ്പീരിയൻസ്ഡ് ബിസിനസ് പേഴ്സൺ. P നമ്മുടെ തേർഡ് പാർട്ടി. പിയുമായിട്ടാണ് ഇവിടെ എഴുതുന്നു, പിയുമായിട്ടാണ് ഇവർ ഡീൽ ചെയ്തത്. പിയുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. Was aware that B was not authorized to enter into procurement. അയാൾക്ക് അറിയാം, അപ്പോൾ ഗുഡ് ഫെയ്ത്ത് എന്നുള്ള സാധനമല്ല. In this scenario, which of the following is correct based on LLP? XYZ LLP is bound by the contract. Liable ആവില്ല. No. തെറ്റാണ്. Is bound by the contract. P believe. No. ആകെ ബൗണ്ട് അല്ലാത്ത ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? Is bound. ഇതൊക്കെ ബൗണ്ട് ആവും. അപ്പോൾ ഒബ്വിയസ്ലി ഈ പോയിന്റാണ് ആൻസർ. എന്നാലും ടു ബി ഓൺ സേഫർ സൈഡ് എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കാം, എന്തൊക്കെയാണ് പൊട്ടത്തരം പറയേണ്ടത് നോക്കാമല്ലോ. XYZ is bound by the contract because B is a partner. B പാർട്ട്ണർ ആയതുകൊണ്ട് ബൗണ്ട് ആവും. വെരി ഗുഡ് ട്രൈ, ഐ സേ. അല്ല, XYZ is bound by contract as P believed partner B was authorized. ഇല്ല, അങ്ങനെ സാധനം ക്വസ്റ്റിന് പറഞ്ഞേ ഇല്ല. അയാൾക്ക് ഓതറൈസേഷൻ ഇല്ല എന്നുള്ള കാര്യം അയാൾക്ക് അറിയാമെന്ന് പറഞ്ഞത്. XYZ is bound by the contract because P is a third party and was not aware of the internal. He was aware. Come on. ഇതെന്തൊക്കെ ഇൻഡോർ മാനേജ്മെന്റ് അങ്ങനത്തെ കമ്പനീസ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഓപ്ഷൻ ഇസ് നോട്ട് ബൗണ്ട്. ABC LLP was incorporated with 2 partners, Raj and Rani. Due to certain differences, Rani resigned from LLP on 1st January, leaving Raj as the sole partner. Mr. Raj continued running the business without admitting a new partner and was aware that he was the only partner. On 1st August of the same day, ABC LLP incurred a debt of 5 lakh. Companies actually provision ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് താഴെ പോയി. LLPയിലെ പാർട്ട്നേഴ്സ് 2 താഴെ പോയി. നിങ്ങൾ 6 മാസത്തിനേക്കാൾ കൂടുതൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു. 6 മാസം കഴിഞ്ഞിട്ട് LLP ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഹൂ ഇസ് കോഗ്നിസെൻറ്റ് അവെയർ ഓഫ് ദി ഫാക്ട് പേഴ്സണൽ ലയബിൾ ആവും. അപ്പോൾ 1st ജാനുവരിക്കല്ലേ പോയെ, ഏകദേശം മിഡ് 6 months എന്ന് പറയുമ്പോൾ 1st ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ 8ാമത്തെ മാസമൊക്കെ ആയി. അത് ഒബ്വിയസ്ലി 6 months ക്രോസ് ചെയ്തു. 5 lakh LLP പ്രകാരം വിച്ച് ഓഫ് ദ ഫോളോയിങ്? Raj will not be personally liable. Raj will be personally liable. Raj and Rani both will be liable. ഇല്ല, പോയ ആൾ ലയബിൾ ആവില്ല. LLP will be automatically dissolved after 6 months and no personal liability will arise to Raj. ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ B പേഴ്സണലി ലയബിൾ ആവും. ഇതേ സംഭവം കമ്പനി സൈക്കിളും ഉണ്ട്. Reduction in number of members, personal liability in certain cases, section 3A. പിന്നെ Amit, a chartered accountant, is appointed as auditor of Grey Limited. Mrs. Anita, Mr. Amit's wife, recently acquired equity shares of Grey Limited. Face value of 1 lakh. Oh my god. Section 141 subsection 3 talks about disqualification. Clause A was body corporate, officer or employee of the company. C, partner or employee of officer or employee, person, relative, partner, holding shares. Subclause 1 holding shares. But അവിടെ റിലേറ്റീവിന് എക്സെപ്ഷൻ ഉണ്ട്. അപ് ടു ഫേസ് വാല്യൂ 1 lakh വരെ ഷെയർ ഹോൾഡ് ചെയ്താലും നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവില്ല. ഇപ്പോൾ വൈഫാണ്, വൈഫ് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് സെക്ഷൻ 2 clause 77 ഡിഫൈൻ ചെയ്യുന്നത്. 2 clause 77 റിലേറ്റീവ്. അവിടെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഓൾ ദി മെമ്പേഴ്സ് ഓഫ് HUF. പിന്നെ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡിൽ ഒരാൾ റിലേറ്റീവ്സ് ആരൊക്കെ ചോദിച്ചാൽ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, സൺസ്, വൈഫ്, ഡോട്ടേഴ്സ്, ഹസ്ബൻഡ്, എല്ലാവരും സ്റ്റെപ്പും പെട്ടു എക്സെപ്റ്റ് ഡോട്ടർ. അപ്പോൾ ഇതിലൊക്കെ വൈഫൊക്കെ നിങ്ങൾ ക്ലിയർ റിലേറ്റീവാണ്, വൈഫ് റിലേറ്റീവാണ്. പക്ഷേ ഫേസ് വാല്യൂ ഓഫ് 1 lakh അല്ലേ, അപ് ടു 1 lakh വരെ എക്സെംഷനാണ്, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവില്ല. അമിത് ആൻഡ് കമ്പനി മസ്റ്റ് വെക്കേറ്റ് ദ പൊസിഷൻ ആസ് ഓഡിറ്റർ. ഫേമിൻ്റെ പേരൊക്കെ പറഞ്ഞോ, മിസ്റ്റർ അമിത് അല്ലേ? ഓക്കെ, വാട്ട് എവർ. ഇവിടെ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ആസ് റിഗാർഡ്സ് ടു അമിത് ആൻഡ് കമ്പനി എലിജിബിൾ? നോർമലി ഫേമിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഡിസ്ക്വാളിഫൈഡ് ആയാൽ ആ ഫേം
കമ്പനി ചെയ്യാൻ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഇത് ആപ്ലിക്കബിൾ അല്ല. ഡിസ്ക്വാളിഫിക്കേഷൻ വൈഫ് ഹോൾഡിംഗ് ഷെയർസ് ആപ്ലിക്കബിൾ അല്ല. എക്സെപ്ഷൻ ഉണ്ട്. ക്യാൻ കണ്ടിന്യൂ ആസ് ഓഡിറ്റർ ഓൺലി ഇഫ് ഡൈവേഴ്സ് 30. അവിടെ 30 days എന്നുള്ള പോയിന്റ് ഒന്നുമില്ല, അവിടെ 60 days എക്സെപ്ഷൻ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അതായത് ഈവൻ ഇഫ് നിങ്ങൾ റിലേറ്റീവ് മോർ ദാൻ 1 lakh ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 ദിവസം സമയമുണ്ട്. അവർ ആ ഷെയർ ഹോൾഡിംഗ് 1 lakhന് താഴെ ആക്കി കഴിഞ്ഞാലും നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. പക്ഷെ അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല, കാരണം 1 lakhന് മേലെ എക്സീഡ് ചെയ്യുന്നില്ല. ക്യാൻ കണ്ടിന്യൂ ആസ് ഓഡിറ്റർ സിൻസ് ദ ഷെയർസ് ഹെൽഡ് ബൈ ഡു നോട്ട് എക്സീഡ് ദ ലിമിറ്റ്. സി cannot continue as acquisition of shares by relative holder ഇല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി. XYZ is a company, 51% equity shares are held by state government of Maharashtra, 49 private investors. So board seeks appointment of auditor upcoming financial year. Which of the following? Government company ആണ്. 2 clause 45 government company, at least 51% of share capital held by government. A state government ആവാം, central government ആവാം, jointly ആവാം. അപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ്. Board XYZ has the authority to appoint through board resolution. ഇതിപ്പോൾ സംഭവം എന്താ? ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യണം. അപ്കമിങ് ഗവൺമെൻറ് കമ്പനി സബ്സിക്വൻറ്റ് ഓഡിറ്റർ ഇതൊക്കെ CAG ആണ് അപ്പോയിന്റ് ചെയ്യുക. വിതിൻ 180 days ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ അവരടുത്ത AGM വരെ ഹോൾഡ് ചെയ്യും. CAG വിൽ അപ്പോയിന്റ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് വിൽ അപ്പോയിന്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ് മഹാരാഷ്ട്ര അല്ല. അപ്പോൾ ബി, ഓപ്ഷൻ ബി, CAG അപ്പോയിന്റ് ചെയ്യും. സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. X purchased a car from Y believing that Y was the legitimate owner. Although X paid the full purchase price and took the possession of the car, he did not check the registration certificate of the car to verify the authenticity. Later, it was discovered that Y was not the rightful owner. Car was stolen. Good faith. General Clause Act good faith പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റും ഓണർഷിപ്പ്. General Clause Actൽ any act done honestly, വെദർ ഡൺ നെഗ്ലിജൻ്റ്ലി, നെഗ്ലിജൻ്റ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഓണസ്റ്റ്ലി ചെയ്തതാണോ നെഗ്ലിജൻ്റ് ആയിട്ട് ചെയ്താലും ഗുഡ് ഫെയ്ത്ത് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ജനറൽ ക്ലോസ് ആക്ടിൽ ക്ലിയർലി പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റെസ്പെക്റ്റീവ് ആക്ടിൽ എന്താണ് ഗുഡ് ഫെയ്ത്തിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ കാർ വിൽക്കുന്ന കേസ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോൺട്രാക്ട് ആക്ട്, ഇത് മെയിൻലി കാർ വിൽക്കുന്ന സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അതിലും കോൺട്രാക്ട് ആക്ടിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കെയർലെസ് ആയാൽ, ഡെലിജൻ്റ് ആയിട്ട് ആക്ട് ചെയ്തില്ലെങ്കിൽ, കെയർലെസ് ആയാൽ നിങ്ങളെ ഫോൾട്ടാണ്, ഗുഡ് ഫെയ്ത്ത് എന്നുള്ളത് നമ്മൾ ട്രീറ്റ് ചെയ്യൂല. അപ്പോൾ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം ഓണസ്റ്റ്ലി, പക്ഷേ നെഗ്ലിജൻ്റ്ലി ആയാലും ഗുഡ് ഫെയ്ത്ത് ആണ്. പക്ഷേ കോൺട്രാക്റ്റും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലും ക്ലിയർലി പറയുന്നുണ്ട്, ഓണസ്റ്റ്ലി ആക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ നെഗ്ലിജൻ്റ് ആയാൽ ഗുഡ് ഫെയ്ത്ത് അല്ല. എക്സ് ഹോൾഡ്സ് വാലിഡ് ഓണർഷിപ്പ്, എക്സ് ഡസ് നോട്ട് ഹോൾഡ് വാലിഡ് ഓണർഷിപ്പ്. പർച്ചേസ് വാസ് മെയ്ഡ് വിത്തൗട്ട് ഡ്യൂ കെയർ അറ്റൻഷൻ ഈവൻ ദോ ഹി ആക്ടഡ് ഓണസ്റ്റ്ലി. ഇതാണ് ഇവിടെ ആൻസർ വരേണ്ടത്. എക്സ് ഹോൾഡ്സ് വാലിഡ് ഓണർഷിപ്പ്, നോ നോളേജ്, കാർ വാസ് സ്റ്റോളൻ, ഗുഡ് ഫെയ്ത്ത്. അതൊക്കെ ജനറൽ ക്ലോസ് ആക്ട് പ്രകാരം. എക്സ് ഓണർഷിപ്പ് ഇസ് വാലിഡ് ബിക്കോസ് ഹി ഡിഡ് നോട്ട് ആക്ട് നെഗ്ലിജൻ്റ്ലി, ഗുഡ് ഫെയ്ത്ത്. അതൊന്നുമല്ല. പേ ദ ഫുൾ പ്രൈസ് ബിൽ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ MCQ കഴിഞ്ഞു. MCQയിൽ ഇപ്പോൾ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടായിരുന്നു ഇൻഡിപെൻഡൻറ്റ് MCQs. അപ്പോൾ ഇറ്റ് വാസ് DBC BB. ഓക്കെ, MCQs are done. Descriptive. XYZ Limited issued a prospectus to raise funds from new manufacturing project. After successfully raising the funds, company intended as an investment opportunity in different industry 6 months later, requiring a significant portion of the funds. The proposed investment involved trading in equity shares of other listed companies. നോർമലി ഒബ്ജക്റ്റ് മാറ്റുക എന്നുള്ളത് സെക്ഷൻ 13 കവർ ആവുന്ന പോയിന്റാണ്. പക്ഷേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്തിട്ട് അത് വേറെ പർപ്പസിന് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ സെക്ഷൻ 27 പോകും. രണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ പ്രൊസീജിയേഴ്സ് തന്നെയാണ് പറയുന്നത്. നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ സെക്ഷൻ 110 പ്രകാരം പോസ്റ്റൽ ബാലറ്റിലൂടെയാണ് ചെയ്യേണ്ടത്. ന്യൂസ് പേപ്പറിൽ കൊടുക്കുക, ഡിസൈനിങ് ഷെഡ്യൂൾസ് ഓപ്ഷൻ ടെക്സ്റ്റിൽ കൊടുക്കുക, കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആവും. പക്ഷേ 27 സ്പെസിഫിക്കലി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പ്രോസ്പെക്ടസിലൂടെ റേസ് ചെയ്ത എമൗണ്ട് അത് നിങ്ങൾക്ക് വേറെ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഈ പേർപ്പസസ് പറ്റൂല, അത് അലൗഡ് അല്ല. പ്രൊപ്പോസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ് ട്രേഡിംഗ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് അതർ ലിസ്റ്റഡ് കമ്പനീസ്, അത് പറ്റൂല. ദിസ് ഇസ് നോട്ട് അലൗഡ് ആസ് പെർ സെക്ഷൻ 27. Board suggested varying the original objectives for which the funds were raised to allow new investment and recommending passing of special resolution. That's a very good thing. SR വേണം in the company's general meeting. Actually 110 പ്രകാരം പോസ്റ്റൽ ബാലറ്റിലൂടെ SR. പക്ഷേ ചില കമ്പനീസിന് അത് മീറ്റിംഗിൽ ചെയ്യാനും പറ്റും. ഡീറ്റെയിൽ ടോപ്പിക്കാണ് 110 പോസ്റ്റൽ ബാലറ്റ്. ഞാൻ അതിൻ്റെ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എൻറ്റയർ മാനേജ്മെന്റ് ചാപ്റ്റർ 3 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന റിവിഷൻ വീഡിയോ ഞാനതിവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം.
While the promoters and controlling shareholders supported the change, some shareholders expressed concerns, particularly regarding the deviation from the initial stated purpose of the funds. Based on the provisions of Companies Act, advise the validity of proposal to redirect the funds through to new investment. നമ്മൾ പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കണം. ഈ RTP ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന് ചോദിച്ചാൽ എന്നുള്ളത് പറയുന്നില്ല. നമ്മൾ പ്രൊസീജിയർ ക്ലിയർലി മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇക്വിറ്റി ഷെയർസ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന്, ട്രേഡിംഗ് പർപ്പസിന് എന്തായാലും പറ്റൂല. SR പാസ് ചെയ്യുക, പോസ്റ്റൽ ബാലറ്റിലൂടെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് ഓപ്ഷൻ ടു എക്സിറ്റ് കൊടുക്കുക, അവരെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുക. ഇതൊക്കെ റിക്വയർഡ് ആണ് പബ്ലിക് ഇഷ്യൂ നടത്തി ഫണ്ട് റൈസ് ചെയ്ത കമ്പനീസിനൊക്കെ. അക്കോർഡിംഗ് ടു 27 സെക്ഷൻ നമ്പേഴ്സ് കമ്പൽസറി അല്ല കേട്ടോ. സെക്ഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ആസ് പെർ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സെക്ഷൻ നമ്പർ അറിയാമെങ്കിൽ കോട്ട് ചെയ്യാം. ഗുഡ് ഇനഫ്. ലോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി ലോ പേപ്പറിൽ സാധാരണ സ്റ്റുഡൻസ് വരുത്തുന്ന മിസ്റ്റേക്സ്, അതിൽ എങ്ങനെ മാർക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഈ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. The terms of contract referred to in the prospectus or objects for which the prospectus has been issued can be varied, but only with the authority of the company given by the general meeting by way of special resolution. Special resolution pass ചെയ്യണം. Company not to use any of the amount proviso to subsection 1, not to use any of the amount raised through prospectus for buying, trading, otherwise dealing equity shares of other listed companies. അത് ചെയ്യാൻ പറ്റൂല, പ്രൊഹിബിഷൻ ആണ്. XYZ is planning to use the amount initially raised for investing in different industry which also involves trading. അപ്പോൾ ആദ്യം ഫുള്ള് നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫ് പറഞ്ഞു. ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കണം എന്നുള്ളത് ഫാക്ട് ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് ഒരു സമ്മറി പറഞ്ഞു. So XYZ has passed special resolution for the said purpose, but it cannot use the amount raised by it through the prospectus for buying, trading. ആ കാര്യങ്ങൾക്ക് പറ്റൂല. Hence the above proposal for new investment is not valid. ലാസ്റ്റ് അവർ കൺക്ലൂഷനും കൊടുത്തു, അനാലിസിസ് കൺക്ലൂഷൻ ഒന്നിച്ചും കൊടുത്തു. ഓക്കെ. 110 പോസ്റ്റൽ ബാലറ്റിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ 10 റെസൊല്യൂഷൻസ് CG പ്രിസ്ക്രൈബ് ചെയ്ത് 10 റെസൊല്യൂഷൻസിൽ പോസ്റ്റൽ ബാലറ്റ് കമ്പൽസറിയാണ്. അതിലിത് പെട്ട് ഇത് പോസ്റ്റൽ ബാലറ്റിലൂടെ പാസ് ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്താലും ദർ ഇസ് നത്തിങ് റോങ് ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് മെൻഷൻ ഇൻ RTP. ഓക്കെ. XYZ Tech Solutions Limited is a growing technology company which has seen significant contributions from its employees and directors in the development of groundbreaking software. Why do I feel like ഇതെന്തോ സെക്യൂരിറ്റി ഷെയർസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്? എന്തൊക്കെയാണ് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെ, നിങ്ങളെ നോ ഹൗ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, വാല്യൂ എഡിഷൻ. ടു റിവാർഡ് ദീസ് കീ കോൺട്രിബ്യൂഷൻ, എംപ്ലോയീസ് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര കോൺട്രിബ്യൂഷൻ തന്നു. ഗ്രോയിങ് ടെക്നോളജി കമ്പനിയാണ്. അപ്പോൾ ബോർഡ് proposed issue security shares section 54 security shares definition 2 clause 88 to certain employees and directors. XYZ Tech Solutions Limited already now 54 security shares in the limits ഒക്കെ പറഞ്ഞുകൊടുത്ത് സ്റ്റാർട്ടപ്പിന് എക്സെപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടപ്പിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ബട്ട് അഗെയിൻ സ്റ്റാർട്ടപ്പ് ആണോ അല്ല എന്നുള്ളത് പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. ദേ ഹാവ് ക്ലിയർലി മെൻഷൻ ഇറ്റ് ഇസ് എ പബ്ലിക് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ്റേണൽ ട്രേഡ് DPIIT പ്രകാരം പബ്ലിക് കമ്പനി ഒരിക്കലും സ്റ്റാർട്ടപ്പ് ആവില്ല. പ്രൈവറ്റ് കമ്പനി ഫേം LLP ഇവർക്ക് സ്റ്റാർട്ടപ്പ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ XYZ Tech Solutions Limited has already issued ordinary equity shares but has never issued security shares. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫണ്ട് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. സെയിം ക്ലാസ് ഷെയർസ് ആവണം എന്നുള്ള 54 പറയുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ഇഷ്യൂ ചെയ്യാം. ദ കമ്പനി ഹാസ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് 20 CR. Paid up share capital 20 CR. Company has proposed to issue security shares. Security shares issue ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4 CR. The company's board has drafted special resolution outlining the proposed issuance of security shares and including specific details such as number of shares, current market price, consideration. അതൊക്കെ കൊടുക്കണം. വെരി ഗുഡ്. അതൊക്കെ 54 പറഞ്ഞ കണ്ടീഷൻസ് ആണ്. ആർക്കാണ് ഇത് കിട്ടാൻ എലിജിബിൾ ആവുക എന്നുള്ളതൊക്കെ. Approach you to advise them about the issue of security shares in line with the provisions of Companies Act. നിങ്ങളോട് അഡ്വൈസ് ചോദിക്കുകയാണ്. 2 ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഇയർലി ലിമിറ്റും ഒന്ന് ക്യുമുലേറ്റീവും. ഇയർലി ലിമിറ്റ് പറഞ്ഞത് 15% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓർ 5 CR whichever is higher. എന്നാൽ ക്യുമുലേറ്റീവ് ലിമിറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം 25% ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന് മേലെ പോകാൻ പാടില്ല. പക്ഷെ അവിടെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് 50% വരെ ഇഷ്യൂ ചെയ്യാം. കാരണം സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ്, പ്രോസസ്, സർവീസ്, പൊതുവെ ഇന്നോവേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അവർക്ക് സെക്യൂരിറ്റി ഷെയർസ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഈ കേസിൽ ഇവരത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 20 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 20ൻ്റെ 15% എടുക്കുകയാണെങ്കിൽ 10% എന്ന് പറയുമ്പോൾ തന്നെ 2, 15 എന്ന് പറയുമ്പോൾ 3 CR. 3 CR ഓർ 5 CR whichever is higher എന്ന് പറയുമ്പോൾ 5 CR. ഇവർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4 CR ആണ്.
ഈ ലിമിറ്റ് പ്രകാരം അവർക്ക് 5 വരെ പോവാം, അവിടെ കട്ടെ. ഇതും നോക്കണം, ക്യുമുലേറ്റീവ് ക്രോസ് ചെയ്യാൻ പാടില്ല അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഫണ്ട് ഇഷ്യൂ ചെയ്തതും ഇപ്പ് ഇഷ്യൂ ചെയ്യുമ്പോൾ എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നിങ്ങൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 20 CR, അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 4 CR അല്ല, 4 അല്ല, അതിൻ്റെ 1/4 ദാറ്റ് ഹാപ്പൻസ് ടു ബി 5 CR അഗെയിൻ. അപ്പോൾ അവിടെയും അത് ക്രോസ് ചെയ്യൂല. നിങ്ങൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4 CR അല്ലേ, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഈ ഇയർലി ലിമിറ്റും ക്രോസ് ചെയ്യണില്ല, ക്യുമുലേറ്റീവും ക്രോസ് ചെയ്യണില്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 54, അതാണ് സർട്ടിഫിക്കറ്റ് ഷെയർസിൻ്റെ സെക്ഷൻ, കണ്ടീഷൻസ് പറഞ്ഞ സെക്ഷൻ. എ കമ്പനി മേ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഷെയർസ് ഇഫ് ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഷെയർസ് മസ്റ്റ് ബി സെയിം ക്ലാസ് ഓൾറെഡി ഇഷ്യൂഡ് ബൈ കമ്പനി. അത് ക്വസ്റ്റ്യന് ക്ലിയർലി പറയുന്നുണ്ട്, ഈ ക്ലാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആ റെസൊല്യൂഷനിൽ നിങ്ങൾ ഫോളോയിങ് ഡീറ്റെയിൽസ് പറയണം, കറന്റ് മാർക്കറ്റ് പ്രൈസ്, കൺസിഡറേഷൻ, ഏത് ക്ലാസ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ കൊടുക്കണം, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ നല്ല ക്വസ്റ്റ്യൻ അവർ തന്നെ ഫുള്ള് പറഞ്ഞു തന്നിട്ടുണ്ട്, എക്സെപ്റ്റ് ലിമിറ്റ് മാത്രം പറഞ്ഞിട്ടില്ല. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷാൽ ബി വാലിഡ് ഫോർ മേക്കിംഗ് അലോട്ട്മെന്റ് വിത്തിൻ എ പീരിയഡ് ഓഫ് 12 months maximum. During year, maximum amount, during year, yearly limit, 15% of existing paid up share capital or 5 CR, whichever is higher. Either whichever is higher, issuance of certificate shares cumulative fund issue ചെയ്യാൻ കൂട്ടിയിട്ട്, ബട്ട് ക്വസ്റ്റ്യൻ ക്ലിയർലി പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഷെയർസ് ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല. 25% ഓഫ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇൻ ദി ഗിവൺ ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് ഷെയർസ് 4 കോടി വരെ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹവർ ദ മാക്സിമം ലിമിറ്റ് ഇറ്റ് ക്യാൻ ഇഷ്യൂ ഹയർ ഓഫ് 15% എന്ന് പറയുമ്പോൾ 3 കോടി വന്ന് ഓർ 5 CR. അപ്പോൾ അവിടെ നമുക്ക് 5 CR വരെ ഇഷ്യൂ ചെയ്യാം എന്നുള്ളത് കിട്ടി. എന്നാൽ 25% ഓഫ് 20 CR എന്ന് പറയുമ്പോൾ അതും 5 CR, രണ്ടും 5 CR വരെ ഇഷ്യൂ ചെയ്യാം. ഹെൻസ് കമ്പനി ക്യാൻ ഇഷ്യൂ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 4 CR. ദാറ്റ് വാസ് ഗുഡ് ക്വസ്റ്റ്യൻ, provided you know the limits of certificate shares. Okay. പിന്നെ PQR, a manufacturing company, is in the process of expanding. To support the expansion, PQR has acquired a plot of land along with buildings from ABC Limited. PQR ABC Limited അടുത്ത് ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് അടക്കം. Another company, the property was however subject to existing charge. Okay. അപ്പോൾ ABC ലിമിറ്റഡിൻ്റെ ലാൻഡും ബിൽഡിങ്ങും PQR ലിമിറ്റഡ് വാങ്ങുകയാണ്. ഓൾറെഡി അതിൽ ചാർജ് ഉണ്ട്. അപ്പോൾ ഏതാ സെക്ഷൻ 79 മോഡിഫിക്കേഷൻ ഓഫ് ചാർജ്. അതിൽ 79A ഉണ്ട്, B ഉണ്ട്. അതിൽ A ഓൾറെഡി ചാർജ് രജിസ്റ്റേർഡ് ആയിട്ട് പ്രോപ്പർട്ടി പുതിയ കമ്പനി അക്വയർ ചെയ്യുമ്പോൾ അവർ അതിൻ്റെ മോഡിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്യണം ROCയുമായിട്ട്. അതോടുകൂടി പഴയത് വെക്കേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, പുതിയ ചാർജ് രജിസ്റ്റേർഡ് ആവും. മോഡിഫിക്കേഷൻ ഓഫ് ചാർജ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം? 77 ക്രിയേഷൻ ഓഫ് ചാർജ് സെക്ഷനിൽ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ 2nd November 2018 മുന്നേ ക്രിയേറ്റ് ചെയ്ത ചാർജ് ആണെങ്കിൽ 300 days ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രിയേഷൻ. ബിഫോർ 2nd November 2018 ആണെങ്കിൽ ചാർജ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് 30 അല്ലെങ്കിൽ 300. ഓൺ ഓർ ആഫ്റ്റർ 2nd November 2018 ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് 30, 60 ROC, 60 അഡ്വലോറം ഫീസ് കൊടുത്തിട്ട് ROC, അല്ലെങ്കിൽ ഇവിടെ അമെൻമെൻറ്റ് വന്ന ഡേറ്റിന് 6 മാസം. ഈ രണ്ടിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. ആഫ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ പ്രൊസീജിയർ. ജസ്റ്റ് നമ്മൾ ഒരു ക്വിക്ക് റിവിഷൻ ചെയ്തതാട്ടോ. നമുക്ക് ഒരുപാട് ഈ RTP ഒരുപാട് ലെങ്തി ആക്കണം എന്നല്ല, എന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ, ഒരു എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് തരാൻ വേണ്ടിയിട്ട് അവിടെ മെൻഷൻ ചെയ്തതാണ്. ഓക്കെ. Property was however subject to a charge. This charge has been registered by ABC. പഴയ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ആർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ചാർജ് ഓൾറെഡി ക്രിയേറ്റഡ് ആയതുകൊണ്ട് ഫർദർ ഒബ്ലിഗേഷൻ ഒന്നുമില്ല. ചാർജ് ഹോൾഡർ കൺസെൻസ് ഫോർ ദ സെയിൽ. അയാൾ സമ്മതം വേണമെന്ന് പറയുന്നുണ്ട്, സമ്മതം കിട്ടുകയും ചെയ്തു. ഇനി സമ്മതം അല്ലാതെ വിറ്റ് കഴിഞ്ഞാലൊക്കെ സെക്ഷൻ 80 പ്രകാരം ഡീംഡ് നോട്ടീസ് ഓഫ് ചാർജ്, മറ്റേ വാങ്ങുന്ന ആൾക്ക് ചാർജ് ഉണ്ടായിരുന്നു അറിഞ്ഞതായിട്ട് ട്രീറ്റ് ചെയ്യുക. PQR must register new charge. Advise whether the condition of directors of PQR is correct. Directors പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നല്ല, ഡയറക്ടേഴ്സ് പറഞ്ഞത് തെറ്റാണ്. This is question number 13. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ ടൈം എടുക്കും, ഒന്ന് പോസ് ചെയ്ത് വായിക്കാം കേട്ടോ. RTP ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ എല്ലാ RTPയും യൂട്യൂബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ
കാണുക എന്നുള്ളതല്ല, നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ കാണുക. ഓർ വീഡിയോ കാണാൻ എപ്പോഴാണ് അഡ്വൈസബിൾ? നിങ്ങൾക്ക് ടൈമില്ല, നിങ്ങൾ വല്ല ട്രാവലിങ്ങിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു റിവിഷൻ ആയും ചെയ്തു. ബട്ട് കമ്പൽസറിയാണ് RTP ക്വസ്റ്റ്യൻസ് ചെയ്യൽ മസ്റ്റാണ്. അത് ലോ എന്ന് മാത്രമല്ല എല്ലാ പേപ്പറിലും കഴിഞ്ഞ 3 അറ്റംപ്റ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. പ്ലസ് എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റിയാണ്, ഫൗണ്ടേഷൻ്റെയും ഇൻ്ററിൻ്റെയും. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഉള്ള ബാക്കി സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഞാൻ ഓരോ ടോപ്പിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോഴും അതിൽ സെക്ഷൻ നമ്പറും ടോപ്പിക് നമ്പറും അവിടെ കൊടുത്തിട്ടാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടും ആ ടോപ്പിക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചോദിക്കുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് ഒരു റിവിഷൻ പോലെ വർക്കൗട്ട് ആവും ചെയ്യും. 77 registration of charge shall apply. Company acquiring any property subject to charge within the meaning of that section. ഓൾറെഡി ചാർജ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വേറെ കമ്പനി അക്യൂർ ചെയ്യുകയാണെങ്കിൽ അത് എയിൽ പറയുന്നുണ്ട്. ഇനി വേറെ കമ്പനി അക്യൂർ എന്നല്ല, എക്സിസ്റ്റിംഗ് കമ്പനി തന്നെ എന്തെങ്കിലും ചാർജിൽ ടേംസിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ആപ്ലിക്കബിൾ ആയി. 79A already registered and it is sold with the permission of charge holder, സമ്മതത്തോടു കൂടി വിറ്റു. It shall be the duty of the company acquiring it. പുതിയ കമ്പനി എന്ത് ചെയ്യണം? ചാർജ് രജിസ്റ്റർ ചെയ്യണം. 77 പ്രകാരം രജിസ്റ്റർ ചെയ്യണം. According to the provisions of 77, when a company acquires a property that is subject to an existing charge, it is the duty of the acquiring company to register the charge. This means that PQR must create a fresh charge as per 77 പ്രകാരമാണ് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത്. Now, upon acquisition, PQR Limited responsibility to ensure the previous charge is effectively discharged and that the new charge is registered. നിങ്ങൾ അങ്ങനെ മോഡിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി പഴയത് വെക്കേറ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, പുതിയ ചാർജ് രജിസ്റ്റർഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഹെൻസ് കണ്ടൻഷൻ ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്? ഈസ് ഇൻകറക്റ്റ്. ഡയറക്ടേഴ്സ് പറഞ്ഞത് ഇത് ചാർജ് ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനമല്ലേ, നമ്മൾ മോഡിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട, ഒരു പറഞ്ഞത് തെറ്റാണ്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടടാ? കമ്പനിയിൽ ഇനി ഒരു 3 കൂടി, പിന്നെ LLPയിൽ 1, ജനറൽ ക്ലോസ് 1, ഇൻ്റർപ്രിട്ടേഷൻ 1, ഫെം 1. വിശാൽ ലിമിറ്റഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. ഓ കമോൺ. വിശാൽ ലിമിറ്റഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി 5 ഡയറക്ടേഴ്സ് ഉണ്ട്, 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. സാം പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ സബ്സിഡറിയാണ്, ആക്റ്റീവ്ലി ബിസിനസ് ക്യാരി ചെയ്യുന്നുണ്ട്. പെയ്ഡപ്പ് ക്യാപിറ്റൽ 1.5 CR, 40 മെമ്പേഴ്സ് ഉണ്ട്, ടേൺ ഓവർ 18 കോടി. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാർട്ടപ്പ്. ഓക്കെ, സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് നോട്ട് എ സ്റ്റാർട്ടപ്പ്. വീണ്ടും പറഞ്ഞു. ഓക്കെ, please answer the following. Whether SAM Private Limited is mandatorily required to prepare CFS. Section 129 financial statements. അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 40 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ 2 ക്ലോസ് 41 ഫിനാൻഷ്യൽ ഇയർ, 2 ക്ലോസ് 40 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മളെ കമ്പനീസ് ആക്ടിലെ ഡെഫിനിഷൻസ് ഫുൾ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ്സ് P&L, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, നോട്ട്സ് ടു അക്കൗണ്ട്സ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ഇത്രയും സാധനങ്ങൾ. ബട്ട് ചില ആൾക്കാർക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എക്സെപ്ഷൻ OPC, സ്മോള്, ഡോർമെൻറ്റ്, സ്റ്റാർട്ടപ്പ്, ഇവർക്ക് വേണ്ട. അപ്പോൾ ഇവർക്ക് CFS ഉണ്ടാക്കണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് നോട്ട് എൻ OPC. 40 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അവർ സ്മോൾ കമ്പനി ആണോ? സ്മോൾ കമ്പനി ആവണമെങ്കിൽ OPC വാസ് 2 ക്ലോസ് 62. സ്മോൾ കമ്പനി 2 ക്ലോസ് 85 പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ 4 crore, ടേൺ ഓവർ 40 crore. വേറെ ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്, അതവിടെ കട്ടെ. ലാസ്റ്റ് റൂൾസ് പ്രകാരം അതാണ്. അപ്പോൾ അതൊന്നും ഇവർ എക്സീഡ് ചെയ്തിട്ടില്ല. 4ഉം 40ഉം ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ എക്സെപ്ഷൻസിൽ ക്ലിയർലി പറയുന്നുണ്ട് ഹോൾഡിംഗ് സബ്സിഡറിക്ക് ഒരിക്കലും സ്മോൾ ആവാൻ പറ്റില്ല. ഈ സാം പ്രൈവറ്റ് ലിമിറ്റഡ് വേറെ കമ്പനിയുടെ സബ്സിഡറിയാണ്. അപ്പോൾ അവർ എന്തായാലും സ്മോൾ അല്ല. ഡോർമെൻ്റ് അല്ല, ബിക്കോസ് ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ബിസിനസ് പറയുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് അല്ല എന്ന് ക്വസ്റ്റ്യൻ ക്ലിയർലി തന്നിട്ടുണ്ട്. സോ ഇവർക്ക് മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണോ? യെസ്, മാൻഡേറ്ററി. പ്രൊവൈഡ് യുവർ ആൻസർ ബൈ അനലൈസിങ് സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ദ ഫോളോയിങ് കാറ്റഗറി. അവർ സ്മോൾ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? സ്മോൾ ആയിരുന്നെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യേണ്ട, എക്സംപ്റ്റഡ് ആണ്. CFS പ്രിപ്പയർ ചെയ്യേണ്ട, എലിജിബിൾ ആണ് അവർ എക്സംഷന്. ഡോർമെൻ്റ് ആയിരുന്നെങ്കിലും അവർ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ബട്ട് ഈ കേസിൽ അവർ ഈ സ്റ്റേറ്റസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അവർക്ക് പ്രിപ്പറേഷൻ കമ്പൽസറി ആണ്. According to section 2 clause 10 of the Companies Act, financial statement includes ഇത് തെറ്റാണ്. 2 clause 10 is about board of directors. 2 clause 10 ഡയറക്ടേഴ്സിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. 2 clause 10. 2 clause 11 ബോഡി കോർപ്പറേറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 clause 40.
ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഇതൊക്കെയാണ് പെടുക. പ്രൊവൈഡഡ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് OPCയുടെ സ്മോളിൻ്റെ ഡോർമെൻറ്റിൻ്റെ പ്രൈവറ്റ് കമ്പനി ഇഫ് സച്ച് പ്രൈവറ്റ് കമ്പനീസ് സ്റ്റാർട്ടപ്പ്. ജസ്റ്റ് എല്ലാവരും ജസ്റ്റ് ഇവിടെ സെക്ഷൻ നമ്പേഴ്സ് ഒന്ന് കോട്ട് ചെയ്യുക. OPC 2/62, സ്മോള് 2/85, ഡോർമെൻറ്റ് 455, സ്റ്റാർട്ടപ്പ് DPIITയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് പോലും അല്ല, സെൻട്രൽ ഗവൺമെൻറ് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ സാം പ്രൈവറ്റ് ലിമിറ്റഡ് നോക്കുമ്പോൾ സ്മോൾ കമ്പനി ക്രൈറ്റീരിയ, ഈവൻ ദോ ക്രൈറ്റീരിയ പ്രകാരം അവർ ക്രോസ് ചെയ്യുന്നില്ല, 4 40 ക്രോസ് ചെയ്യുന്നില്ല, ബട്ട് സബ്സിഡറി ആയതുകൊണ്ട് അവർ എലിജിബിൾ ആവില്ല. പെയ്ഡ് ക്യാപിറ്റലും ടേൺ ഓവറൊക്കെ വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അവർ സബ്സിഡറി ആയതുകൊണ്ട് കനോട്ട് ബി കൺസിഡർഡ് ആസ് എ സ്മോൾ കമ്പനി. ഓക്കെ, ഡോർമെൻറ്റ് കമ്പനി, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് കമ്പനി ഈസ് ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ, സോ ഇറ്റ് കനോട്ട് ബി കാറ്റഗറൈസ്ഡ് ഡോർമെൻറ്റ് കമ്പനി. ഷാൽ ബി ഡീംഡ് പബ്ലിക് കമ്പനി, അങ്ങനെയുണ്ട്. ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി നമ്മൾ പബ്ലിക്കായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മേലത്തെ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് വരുന്നു. ആസ് ഇറ്റ് സബ്സിഡറി ഓഫ് വിശാൽ ലിമിറ്റഡ്, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി, സോ ഇറ്റ് വിൽ നോട്ട് ഫോൾ ഇൻ ദി കാറ്റഗറി ഓഫ് എക്സംഷൻ. എന്തായാലും ഒരു സബ്സിഡറി ആണ്. ദസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡ് ദാറ്റ് സാം പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് മാൻഡേറ്ററിലി റിക്വയർഡ് ടു പ്രിപ്പയർ CFS ഫോർ ഫിനാൻഷ്യൽ ഇയർ ആസ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഡു നോട്ട് ഫോൾ ഇൻ എനി ഓഫ് ദി കാറ്റഗറി മെൻഷൻ അബവ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ റിക്വയർമെൻറ്റ് സെക്കൻഡ്, അവർ ആദ്യം CFS പ്രിപ്പയർ കമ്പൽസറി ആണോ? യെസ്, കമ്പൽസറി ആണ്. പിന്നെ ഈ ഫോളോയിങ് കാറ്റഗറിയിലേക്ക് അവർ വീഴുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്, അല്ലാതെ പ്രൊവൈഡ് ആൻസർ ബൈ അനലൈസിങ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറി. ഓക്കെ, അനലൈസിങ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അവരിതായിരുന്നെങ്കിൽ എന്തുണ്ടാവുക, ആയിരുന്നെങ്കിൽ എലിജിബിൾ ആവുമെന്ന് പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. അനലൈസിങ്, അവർ സ്മോൾ ആണോ? അല്ല. അവർ ഡോർമെൻ്റ് ആണോ? അല്ല. ഓക്കെ, Pran Limited is an unlisted company having registered office Agartala. Company scheduled AGM 31st July in Goa. Meeting commenced at 3 p.m, concluded at 6 p.m. 1st July 24, company has obtained written consent from all the members agreeing to hold AGM outside the state. As per Companies Act, evaluate whether AGM is valid. 1st ജൂലൈയിൽ പെർമിഷൻ കിട്ടി, 31st ജൂലൈയിലാണ് മീറ്റിംഗ് നടക്കുന്നത്. സി സെക്ഷൻ 96 AGMൻ്റെ പ്രൊവിഷൻസ് പറയണത്. അവിടെ ഡേ, ടൈം, പ്ലേസ്, ഡേ അതർ ദാൻ നാഷണൽ ഹോളിഡേ. AGM വാലിഡ് ആണെന്ന് ചോദിക്കുന്നത്. അതർ ദാൻ നാഷണൽ ഹോളിഡേ 31st ജൂലൈ നോർമലി നാഷണൽ ഹോളിഡേ അല്ല. നാഷണൽ ഹോളിഡേ എന്ന് പറഞ്ഞാൽ CG പ്രിസ്ക്രൈബ് ചെയ്ത ഡേയ്സ് ആണ് നാഷണൽ ഹോളിഡേ. ബട്ട് 3 ഡിഫോൾട്ട് ആയിട്ടുള്ളത്, ഓഗസ്റ്റ് 15, ജനുവരി 26, ഒക്ടോബർ 2. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഡേ നാഷണൽ ഹോളിഡേ പ്രഖ്യാപിച്ചു എന്നൊന്നും പറയുന്നുമില്ല, സോ അത് കുഴപ്പമില്ല. ടൈം ബിസിനസ് hours ആണ്, വിച്ച് ഇസ് 9 AM to 6 PM, ആൻഡ് ഇതിൻ്റെ ഇടയിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നേ ഉള്ളൂ. തുടങ്ങിയ മീറ്റിംഗ് 6 PM ശേഷം കണ്ടിന്യൂ ചെയ്താലും കുഴപ്പമില്ല. ബട്ട് ഈ കേസിൽ അതൊന്നും പ്രശ്നമല്ല, കാരണം ഒരു 3 PM സ്റ്റാർട്ട് ചെയ്ത് 6 PM തീർന്നു. പ്ലേസിനെ പറ്റി സെക്ഷൻ 96 പറഞ്ഞത് ആറോ, ഇനി അതല്ലെങ്കിൽ എനി അതർ പ്ലേസ് വിത്തിൻ ലോക്കൽ ലിമിറ്റ് ഓഫ് സിറ്റി, ടൗൺ ഓർ വില്ലേജ് ബോർഡ് തീരുമാനിക്കും. പക്ഷെ അവിടെ 3 ആൾക്കാർക്ക് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് കമ്പനിക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്, അൺലിസ്റ്റഡ് കമ്പനിക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്, സെക്ഷൻ 8 കമ്പനി. നൗ ഇതും ലൈക്ക് ഐ സെഡ് എൻറ്റയർ മാനേജ്മെൻറ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ ഓരോന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അൺലിസ്റ്റഡ് കമ്പനിയിൽ എല്ലാ മെമ്പേഴ്സും സമ്മതിച്ചാൽ അവർക്ക് എനിവേർ ഇൻ ഇന്ത്യ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അവർ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി പറയുന്നുണ്ട് എല്ലാ മെമ്പേഴ്സും സമ്മതിച്ചു, കൺസെൻറ്റ് ഓഫ് ഓൾ ദി മെമ്പേഴ്സ് കിട്ടിയിരുന്നു, റിട്ടേൺ കൺസെൻറ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് യെസ് പറ്റും, വിത്തിൻ ഇന്ത്യ എവിടെയും പറ്റും. അപ്പോൾ ഇവരുടെ മീറ്റിംഗ് വാലിഡ് ആണ്. യെസ്. ക്വസ്റ്റ്യൻ 15 സെക്ഷൻ 96 AGM ബിസിനസ് hours 9 AM to 6 PM അതർ ദാൻ നാഷണൽ ഹോളിഡേ, രജിസ്റ്റേർഡ് ഓഫീസ് ഓർ എനി അതർ പ്ലേസ് വിത്തിൻ സിറ്റി, ടൗൺ ഓർ വില്ലേജ് ബോർഡ് തീരുമാനിക്കുന്ന AGM ഓഫ് അൺലിസ്റ്റഡ് കമ്പനി മേ ബി ഹെൽഡ് എ പ്ലേസ് ഇൻ ഇന്ത്യ ഇഫ് കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് ഇലക്ട്രോണിക് ബോർഡ് എല്ലാ മെമ്പേഴ്സും അഡ്വാൻസ് ആയിട്ട് കിട്ടിയെങ്കിൽ. പ്രാൻ ലിമിറ്റഡ് ഇസ് അൺലിസ്റ്റഡ് കമ്പനി, എല്ലാ മെമ്പേഴ്സും സമ്മതം കിട്ടി. ഗോവ ടൈം ലൈനാണ് സ്റ്റാർട്ട് ചെയ്തത്, മീറ്റിംഗ് വാലിഡ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. HD സോഫ്റ്റ്വെയർ ലിമിറ്റഡ്, HD Software Limited is engaged in the business of providing software. Company appointed statutory auditors, not first auditor. Board informed auditor that fees shall be fixed by board. Auditor objected. Now directors approached you to advise.
റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ സെക്ഷൻ 142 ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ 2 അതോറിറ്റീസേ പറയുന്നുള്ളൂ. റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ ഷാൽ ബി ഫിക്സഡ് ബൈ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ഫസ്റ്റ് പോയിന്റ്, അതായത് ജനറൽ മീറ്റിംഗ് എടുത്ത പവറുള്ള. സെക്കൻഡ് പോയിന്റ്, ബോർഡ് ഷാൽ ഫിക്സ് ദ റെമ്യൂണറേഷൻ ഓഫ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ഇറ്റ്. ബോർഡാണ് ഫിക്സ് ചെയ്യുക. 2 കണ്ടീഷൻസ്, ഫസ്റ്റ് ഓഡിറ്റർ ആവണം, ബോർഡ് അപ്പോയിന്റ് ചെയ്ത് ഫസ്റ്റ് ഓഡിറ്റർ ആവണം. അപ്പോൾ റെമ്യൂണറേഷൻ പർപ്പസിന് ഫസ്റ്റ് ഓഡിറ്റർ, എനി അതർ, വേറെ ഏതെങ്കിലും ഓഡിറ്റർ, ഫസ്റ്റ് ഓഡിറ്റർ, ബോർഡ് അപ്പോയിന്റ് ചെയ്ത ഫസ്റ്റ് ഓഡിറ്റർ, എനി അതർ, വേറെ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തു. ബോർഡ് അപ്പോയിന്റ് ചെയ്ത ഫസ്റ്റ് ഓഡിറ്റർ ആണെങ്കിൽ ബോർഡ് ഫിക്സ് ചെയ്യും. വേറെ ഏത് കേസിലാണെങ്കിലും ജനറൽ മീറ്റിംഗ് ഫിക്സ് ചെയ്യുന്ന പറയുന്നത്. ഇവിടെ സ്പെസിഫിക്കലി ഇത് ഫസ്റ്റ് ഓഡിറ്റർ ആണ്, നോട്ട് ഫസ്റ്റ് ഓഡിറ്ററേ അല്ല, വിച്ച് മീൻസ് ഈ കാറ്റഗറിയിലാണ് പോകുന്നത്. ജനറൽ മീറ്റിംഗ് ഫിക്സ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ ജനറൽ മീറ്റിംഗ് ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗ് ഡിസൈഡ് ചെയ്ത മാനറിൽ ഈ കേസിൽ ബോർഡിന് ഫിക്സ് ചെയ്യാനുള്ള പവർ ജനറൽ മീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഒന്നും പറയണില്ല. വിച്ച് മീൻസ് ഓഡിറ്റർ പറഞ്ഞത് ശരിയാണ്, ബോർഡ് നമ്മളോട് അഡ്വൈസ് ചെയ്യുമ്പോൾ ബോർഡിന് ഫിക്സ് ചെയ്യാനുള്ള പവർ ഇല്ല. 142 provides that remuneration of auditor shall be fixed by company in general meeting or in such manner as a company in general meeting may decide. അപ്പോൾ ജനറൽ മീറ്റിംഗ് എടുത്താണ് പവർ ഉള്ളത്. ബോർഡ് മേ ഫിക്സ് ദ റെമ്യൂണറേഷൻ ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ബൈ ഇറ്റ്. ബോർഡ് ഫിക്സ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഡിറ്റർ ആവണം, അപ്പോയിന്റഡ് ബൈ ഇറ്റ് ആവണം. ബോർഡ് അപ്പോയിന്റ് ചെയ്ത് ഫസ്റ്റ് ഓഡിറ്റർ ആവണം. ഈ 2 കണ്ടീഷൻസ് ഒന്നിച്ച് വന്നാൽ മാത്രമേ ബോർഡ് ഫിക്സ് ചെയ്യുള്ളൂ. റെമ്യൂണറേഷൻ ഷാൽ ബി ഇൻ അഡീഷൻ ടു ഫീ പേബിൾ ടു ഓഡിറ്റർ. അവർ എക്സ്പെൻസ് അതിനൊക്കെ പുറമെ ഇനി അഡീഷണൽ വേറെ എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൽ പെടുന്നില്ല. അത് അൺവാണ്ടഡ് പോയിന്റ് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി മാർക്സ് നമ്മൾ എഴുതി കൊടുക്കണം. As per the facts of the question and stated provision, remuneration of statutory auditor shall be fixed by company in general meeting as they are not the first auditor. Hence, contention of board that they can fix is not valid. Board ne fix cheyan pattula. That was all about Companies Act. Ini mukka manikkoor ayipadana. LLP, Amit and Priya, partners, consulting firm. Priya moved to new address, forgot to notify LLP. Month later, Amit's cousin Ramesh join ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അയാൾ പുതിയ പാർട്ണറായിട്ട് ചേർക്കും ചെയ്തു. XYZ LLP ROCന് ഇതൊന്നും അറിയിച്ചിട്ടില്ല. പ്രിയൻ്റെ അഡ്രസ്സ് മാറിയതും രമേശിനെ അഡ്മിറ്റ് ചെയ്തതും. 2 months after Ramesh joined, LLP filed notice to ROC of these changes. നോൺ കംപ്ലയൻസ്, പ്രിയാസ് അഡ്രസ് ചേഞ്ച്, എന്താ ചോദിക്കണത്? അഡ്വൈസ് അബൌട്ട് ദി ഡിഫോൾട്ട്. യെസ്, കോൺട്രാവെൻഷൻ ആണ്. സി, ഒരു പാർട്ട്ണറിൻ്റെ നെയിമോ അഡ്രസ്സോ എന്തെങ്കിലും മാറിയാൽ അവർ LLPനെ 15 ഡേയ്സിനുള്ളിൽ അറിയിക്കണം. LLP ചേഞ്ചസ് ROCനെ അറിയിക്കണം വിതിൻ 15 days of വിതിൻ 30 days of such change. 30 days of such change നടന്ന 30 ദിവസത്തിനുള്ളിൽ. പുതിയ ഇൻകമിങ് അല്ലെങ്കിൽ ഔട്ട്ഗോയിങ് പാർട്ട്ണർ അതും LLP അറിയിക്കും ROCനെ വിതിൻ 30 days. ആൻഡ് ഇവിടെ ഇൻകമിങ് ആണ്. ഇൻകമിങ്ങിൻ്റെ കേസിൽ അവർ പാർട്ട്ണർ ആവാൻ വില്ലിംഗ് ആണെന്നുള്ള കൺസെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. Question number 17. Every partner shall inform LLP of any change in his name or address within a period of 15 days of such change. Change വന്ന 15 days. LLP shall, where a person becomes or ceases to be a partner, file notice with registrar within 30 days of date when he ceases or becomes a partner. പുതിയ ആൾ ജോയിൻ ചെയ്ത് പഴയ ആൾ പോയി 30 ദിവസത്തിനുള്ളിൽ LLP രജിസ്ട്രാറിനെ അറിയിക്കും. ചേഞ്ച് ഇൻ നെയിം ഓർ അഡ്രസ് LLP അറിയിക്കും. ചേഞ്ച് ഇൻ നെയിം ഓർ അഡ്രസ് വിത്തിൻ 30 days ഓഫ് സച്ച് ചേഞ്ച് വന്ന 30 ദിവസത്തിൻ്റെ ഉള്ളിൽ LLP അതും അറിയിക്കണം ROCനെ. നോട്ടീസ് ഫയൽ വിത്ത് രജിസ്ട്രാർ ഷാൽ ബി ഇൻ സച്ച് ഫോം അക്കംപ്ലീറ്റ് ഫീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതൊക്കെ ജസ്റ്റ് കംപ്ലയൻസ് പോയിന്റ് ആണ്. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ സൈൻ ചെയ്യും. സ്വാഭാവികമായിട്ട് അവർക്കാണ് ഇതിൻ്റെ ലീഗൽ കംപ്ലയൻസ് റൂൾസ് ഫുള്ളുള്ളത്. ഇഫ് ഇറ്റ് റിലേറ്റ്സ് ടു ഇൻകമിംഗ് പാർട്ട്ണർ ഷാൽ കണ്ടെയ്ൻ എ സ്റ്റേറ്റ്മെന്റ് ബൈ സച്ച് പാർട്ട്ണർ ദാറ്റ് ഹി കൺസെൻസ് ടു ബിക്കം എ പാർട്ട്ണർ ഓതൻറ്റിക്കേറ്റഡ് മാനർ. ഇതെന്താണ്? ഇത് അവർ റിട്ടേൺ കൺസെൻറ്റ്, അവർ പാർട്ട്ണർ ആവാൻ വില്ലിംഗ് ആണെന്ന കൺസെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പ്രിയ ചേഞ്ച് നടന്നത് 15 ഡേയ്സിൽ അറിയിക്കണമായിരുന്നു. LLP നോട്ടീസ് ROC കൊടുക്കണം വിത്തിൻ 30 days ഓഫ് ബീങ് നോട്ടിഫൈഡ്. ഇവിടെ തെറ്റാട്ടോ. LLP രജിസ്ട്രാറിന് എപ്പോൾ അറിയിക്കണം? 30 days ഓഫ് ബീങ് നോട്ടിഫൈഡ് എന്നാണ് പറഞ്ഞത്. അല്ല, അത് മേലെ തന്നെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഓഫ് സച്ച് ചേഞ്ച്. ആ ചേഞ്ച് നടന്ന ഡേറ്റിന് 30 ദിവസം. ഇൻഫാക്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. കഴിഞ്ഞ RTPയിലാണ്, അതിന് മുന്നത്തെ RTPയിലാണോ അറിയില്ല, അവിടെ ഉണ്ടായിരുന്നു ചേഞ്ച് നടന്ന ഡേറ്റ് എന്നാണ്. അത് ICAൻ്റെ ടെക്സ്റ്റിലും അതാ പറയുന്നത്, നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫിലും അത് പറയുന്നത്. ഈ സെൻറ്റൻസ് ഇവിടെ തെറ്റാണ്. നോട്ടിഫൈഡ് ആയ ഡേറ്റ് എന്നല്ല 30 ദിവസം. ഇവിടെ ഈ സെൻറ്റൻസ് പ്രകാരം പറയണത് പ്രിയയുടെ
അഡ്രസ്സ് ചേഞ്ച് ആയ ഡേറ്റിൽ നിന്ന് 15 ദിവസത്തിൽ അവർ LLP അറിയിച്ചു. LLP നോട്ടിഫൈഡ് ആയ ഡേറ്റിൽ നിന്ന് ROCനെ 30 ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. ഈ നോട്ടിഫൈഡ് ആയ ഡേറ്റ് നല്ല 30 സ്റ്റാർട്ട് ചെയ്യുക, അല്ല ചേഞ്ച് നടന്ന ഡേറ്റിൽ നിന്നാണ് 30 സ്റ്റാർട്ട് ചെയ്യുക. Priya did not inform LLP about the change. ഫയൽ ചെയ്തിട്ടില്ല, നോട്ട് ഇൻ കംപ്ലയൻസ്. രമേശ് അഡ്മിഷൻ ഫോർ ന്യൂ പാർട്ട്നേഴ്സ് 30 days. രമേശിനെ കൺസെൻറ്റ് വെക്കണം. ഇവിടെ കോൺട്രാവെൻഷൻ ആണ്. General Clause Act. Parliament recently passed Environmental Protection Amendment Act to strengthen regulations of industrial waste disposal. Act specified commencement date 1st September 2024. President assent കിട്ടിയ 15th July. Coming into operation of an enactment. Section 5 General Clauses Act. Coming into operation of an enactment. ഡേറ്റ് നോട്ടിഫൈഡ്, നോട്ടിഫിക്കേഷന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് അത് അവൈലബിൾ അല്ലെങ്കിൽ പ്രസിഡന്റ് സൈൻ ചെയ്ത ഡേറ്റ്, അസെന്റ് കൊടുത്ത ഡേറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1st September വരിക, അന്ന് മുതലാണ് ആപ്ലിക്കബിൾ ആവുക. ഗ്രീൻ എർത്ത് ലിമിറ്റഡ് ഇൻഡസ്ട്രിയൽ കമ്പനി അൺസർട്ടൻ അബൌട്ട് വെൻ ദ പ്രൊവിഷൻസ് ഓഫ് എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് വിൽ സ്റ്റാർട്ട് ടു അപ്ലൈ. ലീഗൽ ടീം ഹാസ് റേസ് ക്വസ്റ്റ്യൻസ് ഓൺ വെദർ ദ നീഡ് ടു ഇമ്മീഡിയറ്റ്ലി കംപ്ലൈ വിത്ത് ദ ന്യൂ റെഗുലേഷൻസ് ഓർ ഇഫ് ദേ ഹാവ് എ ഗ്രേസ് പീരിയഡ് അൺടിൽ ദ കമൻസ്മെന്റ്. ഇപ്പം തന്നെ ഇത് പ്രസിഡന്റ് സൈൻ ചെയ്ത ഉടനെ ഇത് അവർ ഫോളോ ചെയ്യണോ അതോ 1st September വരെ ടൈം ഉണ്ടോ? യെസ്, 1st September വരെ ടൈം ഉണ്ട് ഗ്രീൻ എർത്ത് ലിമിറ്റഡ്, പേടിക്കണ്ട. അപ്പോൾ അതിൽ കുറേ സെക്ഷൻ 5 കുറേ സെൻറ്റൻസ് ഒക്കെ പറയുന്നതാണ്. ഗവർണർ ജനറൽ എന്നൊക്കെ പറഞ്ഞുതരാം. സെക്ഷൻ 5 വേർ എനി സെൻട്രൽ ആക്ട് ഹാസ് നോട്ട് സ്പെസിഫിക്കലി മെൻഷൻ എ പെർട്ടിക്കുലർ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഓൺ ഇത് എന്ന് മുതൽ ഇംപ്ലിമെൻറ്റഡ് ആവും. റിസീവ്സ് ദി അസെൻറ്റ് ഓഫ്, ഞാൻ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് ആദ്യം വായിക്കാട്ടോ. റിസീവ്സ് ദി അസെൻറ്റ് ഓഫ് പ്രസിഡന്റ് സൈൻ ചെയ്ത ഡേറ്റ്. ഇവിടെ പറഞ്ഞത് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ 2 പീരീഡ് ഉണ്ടായിരുന്നു. പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുന്നേ, പിന്നെ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണ് ഈ പാർലമെന്റും പ്രസിഡന്റൊക്കെ വന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞ അതോറിറ്റി പ്രസിഡന്റ് സൈൻ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് അസെന്റ് കൊടുത്ത ഡേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുന്നേ ഗവർണർ ജനറൽ ആയിരുന്നു അതോറിറ്റി. അപ്പോൾ ആ സെൻറ്റൻസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളത് എഴുതാൻ കെയർഫുൾ ആവണം. ഗവർണർ ജനറൽ ഫോർ സെൻട്രൽ ആക്ട്സ് മെയ്ഡ് ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർ പ്രസിഡന്റ് ഇൻ കേസ് ഓഫ് ആക്ട്സ് ഓഫ് പാർലമെന്റ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രസിഡന്റ് സൈൻ ചെയ്ത ഡേറ്റ്. ആ പ്രസിഡന്റ് എന്നുള്ളത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ആക്ടുകളാണെങ്കിൽ ഗവർണർ ജനറൽ. അപ്പോൾ ഇവർക്ക് 15th July പ്രസിഡന്റ് സൈൻ ചെയ്തെങ്കിൽ പോലും 1st September എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1st September ആണ് ആക്ട് വരാൻ പോണ ഡേറ്റ്. ഓൾ ദോസ് വർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ, അതർ ലോസ് 30 മാർക്സും, LLP ഒരു 10 to 14 മാർക്ക്, 10.5 to 14, ഒരു 40 marks to 44 marksൻ്റെ റേഞ്ച് നമുക്ക് അതർ ലോയും LLPയിലും വരുന്നുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാൻ പാടില്ല. At the time of interpreting a statute, what will be the effect of usage, customs and practice? Usage, നമ്മളെ എക്സ്റ്റേണൽ എയ്ഡ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നുണ്ട്. ഒരു വേർഡിൻ്റെ മീനിങ് ഡെഫിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാർ അതെങ്ങനെ മനസ്സിലാക്കിയിരുന്നോ ആ രീതിയിൽ വേണം മനസ്സിലാക്കുക. അതിന് ബേസിട്ട് നമ്മൾ റൂൾ ഉണ്ടായിരുന്നു. കോണ്ടംപ്രോണിയോ എക്സ്പോസിഷ്യോ എസ്റ്റ് ഒപ്റ്റിമ എറ്റ് ഫോർട്ടിസിനിയ ഇൻ ലെഗെ. കസ്റ്റം ഈസ് ദ ബെസ്റ്റ് ഇൻ്റർപ്രിറ്റർ ഓഫ് ലോ. ഒരാൾ നിയമം പാസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എങ്ങനെയാണ് ഒരു വേർഡിനെ മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ ആ നിയമത്തിനെ മനസ്സിലാക്കിയിരുന്നത് ആ രീതിയിൽ തന്നെ വേണം നിയമത്തിന് മനസ്സിലാക്കാൻ എന്നാണ് പറയുന്നത്. ഇത് പൊതുവെ പഴയ നിയമങ്ങൾക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക, ബട്ട് ഇതിൽ നമുക്ക് ജനറലി യൂസ് ചെയ്യാം. യൂസേജ് ഓർ പ്രാക്ടീസ്, ഒപ്റ്റിമ ലെഗം ഇത് ഒന്ന്, പിന്നെ കോണ്ടംപ്രോണിയോ എക്സ്പോസിഷ്യോ ഇത് രണ്ടാമത്തെ. കോണ്ടംപ്രോണിയോ എക്സ്പോസിഷ്യോ എസ്റ്റ് ഒപ്റ്റിമ എറ്റ് ഫോർട്ടിസിനിയ ഇൻ ലെഗെ. അപ്പോൾ കസ്റ്റം ഈസ് ദ ബെസ്റ്റ് ഇൻ്റർപ്രിറ്റർ ഓഫ് ലോ. ആൾക്കാർ എങ്ങനെയാണോ ഒരു വേർഡിനെ അന്ന് മനസ്സിലാക്കിയിരുന്നത് ആ രീതിയിൽ വേണം മനസ്സിലാക്കുക. ഇതൊക്കെ പൊതുവെ പഴയ ആക്ടുകളുടെ കേസിലാണ് ഇത് യൂസ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് ആക്ട് ഒക്കെ 1872 അല്ലെങ്കിൽ നെഗോഷിയേഷൻ ഇൻസ്ട്രുമെന്റ് 1881 അന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിലുള്ള എന്തെങ്കിലും വേർഡ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അത് അന്ന് അവരെങ്ങനെ മനസ്സിലാക്കിയോ ആ രീതിയിൽ വേണം മനസ്സിലാക്കുക. ഇറ്റ് വാസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. രവി, ഇന്ത്യൻ സിറ്റിസൺ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇന്റർനാഷണൽ കമ്പനി, ഫിനാൻഷ്യൽ ഇയർ 23-24, ഇന്ത്യയിൽ 200 ദിവസം നിന്നു. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ April, accepted job offer from Canada, left India, long-term work visa, planning to settle in Canada indefinitely. Analyze residential status. President ആവണമെങ്കിൽ 2V PRI, 2V 2U person എന്നു, 2V PRI, 2W PROI. 2V PRI ആവണമെങ്കിൽ കഴിഞ്ഞ വർഷം more than 182 days, but does not include നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോയി employment, business or vocation, uncertain period, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു, യു കെയിം ടു ഇന്ത്യ
അതർവൈസ് ദെൻ ഫോർ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾക്ക് എംപ്ലോയ്മെന്റ്, ബിസിനസ് ഓർ വൊക്കേഷൻ, അൺസർട്ടൻ പീരീഡ്. അപ്പോൾ ഇയാൾ ഈവൻ ദോ കഴിഞ്ഞ വർഷം 200 ഉണ്ട്, മോർ ദൻ 182 ഉണ്ട്, ഈ വർഷം ഫസ്റ്റ് മന്ത് തന്നെ ഏപ്രിലിൽ നിങ്ങൾ പുറത്തു പോയത് ജോബിനാണ്. പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. 2E ആണ് പേഴ്സൺ റെസിഡൻറ്റ് ഇന്ത്യ ഡെഫിനേഷൻ പറയുന്നത്. മോർ ദാൻ 182 ഫോക്കസ്. ഓക്കെ, 182 ഉണ്ടായിട്ടും കാര്യമില്ല, മോർ ദാൻ. പിന്നെ ഇനിയുള്ള ആൾക്കാരൊന്നും റെസിഡൻ്റ് ആവില്ല. നിങ്ങൾ ഇനി പറയാൻ പോണ 3 കാര്യങ്ങൾ എന്തൊക്കെ? എംപ്ലോയ്മെന്റ്, ബിസിനസ് ഓർ വെക്കേഷൻ അല്ല കേട്ടോ, ഇത് ടെക്സ്റ്റിലും ചില സ്ഥലങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെയും വൊക്കേഷൻ, അതായത് പ്രൊഫഷന് വേണ്ടിയിട്ട് വൊക്കേഷൻ, അൺസർട്ടൻ പീരീഡ് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മോർ ദാൻ 182 എന്നുള്ള ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷേ നിങ്ങൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡസ് നോട്ട് ക്വാളിഫൈ ടു ബി റെസിഡൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് RTP. ലൈക്ക് ഐ സെഡ്, എല്ലാ സബ്ജക്റ്റിനും RTP ചെയ്യുക, മസ്റ്റായിട്ട് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ഞാനിവിടെ റെഫറൻസ് കൊടുത്ത എല്ലാ വീഡിയോസിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, ഡു ലീവ് എ ലൈക്ക്, കമൻറ്റ് ഇടുക. ദാറ്റ് വുഡ് ഡെഫിനറ്റ്ലി ബി എ മോട്ടിവേഷൻ ഫോർ മീ ഓൾസോ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ഐ സെഡ്, എൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഡു ദ ബെസ്റ്റ്.